നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ആദ്യമേ തന്നെ എൻ്റെ സർവ്വസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും അതേപോലെ തന്നെ സ്വന്തം ഗുരുസങ്കല്പത്താൽ പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചു കൊള്ളട്ടെ. ഭഗവത്ഗീതയിലെ 16-ാം അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗ യോഗമാണ്. ഈ പ്രപഞ്ചത്തിൽ സമസ്ത ജീവരാശിയും ഈ പറഞ്ഞ രണ്ട് സമ്പദ് വിഭാഗങ്ങളിൽ രണ്ടിൻ്റെയും അംശങ്ങൾ കൂടിക്കലർന്നിട്ടാണ് സംഭവിക്കുന്നത്. ചിലരിൽ ദൈവീകമായിരിക്കുന്ന സമ്പത്ത് ഏറി നിൽക്കും, ചിലരിൽ ആസുരമായ സമ്പത്ത് ഏറി നിൽക്കും. അതിൻ്റെ സ്വഭാവവിശേഷങ്ങളിലും വ്യത്യാസം വരും. അതനുസരിച്ചിട്ട് മനുഷ്യരെ പല പ്രകാരത്തിലായി തീരുന്നു, ജീവരാശികൾ പല പ്രകാരത്തിലായി തീരുന്നു. നമുക്ക് നമ്മെ മനസ്സിലാക്കാനും ലോകത്തെ മനസ്സിലാക്കാനും അധ്യാത്മമായ മാർഗത്തിൽ നമ്മുടെ വികാസത്തിൻ്റെ പന്ഥാവ് തിരിച്ചറിയാനുമെല്ലാം ഈ ദൈവാസുര സമ്പദ് വിഭാഗ യോഗത്തിൻ്റെ സൂക്ഷ്മമായ പഠനം പ്രയോജനപ്പെടും. ആ ദൈവാസുര സമ്പദ് വിഭാഗ യോഗത്തെയാണ് മഹാഭാരതത്തിലൂടെ നാം പഠിക്കുന്നത്. ഇവിടെ രണ്ട് സേനാവിഭാഗങ്ങൾ കുരുക്ഷേത്രത്തിലെ അഭിമുഖമായി നിൽക്കുന്നു. കൗരവപ്പടയും പാണ്ഡവപ്പടയും. മുഖ്യമായ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ കൗരവപ്പടയിൽ ആസുരി സമ്പത്ത് ഏറി നിൽക്കുന്നു. അതിൻ്റെ നായകനായിരിക്കുന്ന, അതിൻ്റെ ആണിക്കല്ലായിരിക്കുന്ന ദുര്യോധനൻ ആസുരി സമ്പന്നനാണ്. എന്നാൽ പാണ്ഡവ ആകട്ടെ അത് ദൈവീ സമ്പത്തിൻ്റെ മകുടോദാഹരണമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഇങ്ങനെ ദൈവാസുര സമ്പദ് വിഭാഗ യോഗങ്ങൾ തമ്മിലുള്ളതായ ആ അന്തരം നമുക്ക് രണ്ട് സേനകളിലൂടെ കാണിച്ചു തരുന്നു. ആ സേനകളിൽ അംഗങ്ങളായിരിക്കുന്ന ധീരന്മാരായ പടയാളികൾ ഈ രണ്ട് തരം സമ്പത്തുകളുടെയും പല അളവിലുള്ള പല കാര്യത്തിലുള്ള കൂടിക്കലർപ്പുകൾ കലർന്ന സ്വഭാവത്തോടു കൂടിയവരാണ്. അവരുടെ എല്ലാം സ്വഭാവങ്ങൾ തമ്മിലുള്ളതായ ഭേദവും അതുകൊണ്ട് സംഭവിക്കുന്നതായിട്ടുള്ള ജീവിതാനുഭവങ്ങളുമെല്ലാം നമുക്ക് ഈ മഹാഭാരതത്തിൽ കാണാം. ആ ദൈവാസുര സമ്പദ് വിഭാഗ യോഗത്തിൻ്റെ പ്രത്യേകതകൾ നാം ആദ്യമേ പഠിക്കണം. അതിനു വേണ്ടിയിട്ട് വ്യാസഭഗവാൻ ദൈവീ സമ്പത്തിൻ്റെ സവിശേഷതകൾ പറഞ്ഞു കേൾപ്പിച്ചു. ആസുരി സമ്പത്തിൻ്റെ സവിശേഷതകളും ഭഗവത്ഗീതയിൽ പറഞ്ഞു കേൾപ്പിച്ചു. അതിൽ ദൈവീ സമ്പത്തിൻ്റെ സവിശേഷതകളെ നാം അല്പം അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കഥകളിലൂടെ. അഭയം, സത്വസംശുദ്ധി, ജ്ഞാനയോഗ വ്യവസ്ഥിതി, ഇങ്ങനെ ആരംഭിക്കുന്നു ആ ദൈവീ സമ്പത്തിൻ്റെ പ്രത്യേകതകൾ. അതിൽ സ്വാധ്യായം എന്നുള്ളതായ സമ്പത്ത്, അതാണ് നാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ശുകബ്രഹ്മർഷിയുടെ കഥയിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. സ്വാധ്യായം, അഭ്യസനം, അധ്യയനം, അത് ഓരോരുത്തരുടെയും സ്വഭാവവിശേഷമനുസരിച്ചിട്ട് വ്യത്യസ്ത സമ്പ്രദായത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു.
അതിലേറ്റവും ശുദ്ധമായിട്ടുള്ള സാത്വിക ഭാവപൂർണമായിട്ടുള്ള സ്വാധ്യായത്തിൻ്റെ കഥയാണ് ശുകബ്രഹ്മർഷിയുടെ കഥ. പല തലങ്ങളിലുള്ള സ്വഭാവത്തോടു കൂടിയ ആളുകളുടെ സ്വാധ്യായങ്ങളെ ഈ അത്ഭുതകരമായിരിക്കുന്ന മഹാകാവ്യത്തിൽ വ്യാസഭഗവാൻ പല സന്ദർഭങ്ങളിലായിട്ട് കേൾപ്പിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും സാത്വിക ഭാവപൂർണമായ സ്വാധ്യായത്തിൻ്റെ കഥ, സാത്വിക ഗുണം അതിൻ്റെ പൂർണ്ണതയിലെത്തി നിൽക്കുന്നു. ആത്മജ്ഞാനോദയ ഏറ്റവും അരികിലായി കഴിഞ്ഞിരിക്കുന്നു. ആത്മജ്ഞാനം ലഭിച്ച ശുഗനെയാണ് ഈ വിദ്യാഭ്യാസ ക്രമത്തിലൂടെ നാം കാണുക. പഠിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ നിർദ്ദേശമനുസരിച്ചിട്ട് മിഥിലാപുരിയിലെ മഹാരാജാവായ ജനകൻ്റെ മുന്നിൽ എത്തിച്ചേർന്ന ശുഗൻ, ആ ശുഗന് ജനക മഹാരാജാവ് കൊടുക്കുന്നതായ ഉപദേശങ്ങൾ, അതാണ് നാം കഴിഞ്ഞ ദിവസം കേട്ടുകൊണ്ടിരുന്നത്. ആ ഉപദേശം പൂർണ്ണതയിലേക്ക് എത്തുന്ന അവസരത്തിൽ പൂർണ്ണ ബ്രഹ്മാനുഭവം നേടിയ ഋഷിവര്യനായിരിക്കുന്ന ആ മഹാരാജാവ് രാജ ഋഷി എന്ന് പറയും. രാജാവുമാണ്, ഋഷിയുമാണ്. ആ മഹാരാജാവ് ശുകബ്രഹ്മർഷിയെ കേൾപ്പിക്കുന്നു. ജ്യോതിരാത്മനി നാന്യത്ര സർവജന്തുഷു തത്സമം. ജ്യോതിസ് ആത്മാനുഭവം, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ജ്യോതിസ് അത് പരമാത്മാവാണ്. ആ ജ്യോതിസിൻ്റെ പ്രകാശത്താലാണ് ഈ പ്രപഞ്ചത്തിലുള്ളതായ മറ്റെല്ലാ ജ്യോതിസുകളും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്. തമേവ ഭാന്തം അനുഭാതി സർവം എന്ന് ഉപനിഷത്ത് നമ്മോട് വിളിച്ചു പറയുന്നു. പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അവനെ ആശ്രയിച്ചിട്ട് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജ്യോതിർഗോളങ്ങളും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. സൂര്യൻ്റെയും നക്ഷത്രങ്ങളുടെയും അഗ്നിയുടെയും അതേപോലെ വൈദ്യുതിയുടെയും എല്ലാം പ്രകാശക്ഷമത അത് ആ പരമാത്മാവിൻ്റെ പ്രകാശത്തിൻ്റെ ഒരു നേരിയ അംശമാണ്. അങ്ങനെ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന, നമ്മുടെ ഹൃദയത്തെയും പ്രകാശിപ്പിക്കുന്ന, നമ്മുടെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കുന്ന, നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും പ്രകാശിപ്പിക്കുന്ന ആ ജ്യോതിസ്, അതാണ് പരമാത്മാവ്. ആ പരമാത്മാവ് തന്നെയാണ് നാം. തത് ത്വമസി എന്ന് ഉപനിഷത്ത് നമ്മോട് വിളിച്ചു പറയുന്നു. ഛാന്തോക്യം, അത് നീയാകുന്നു. ആ പരമാത്മാവിനെ അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അധ്യാത്മ സാധനകളൊക്കെ. അപ്പോഴാണ് ദുഃഖവും ഭയപ്പാടുകളും പരിമിതികളും ഒക്കെ ഇല്ലാതായിത്തീരുന്നത്. എനിക്ക് മരണമില്ല എന്നുള്ള പ്രത്യക്ഷമായ അനുഭവം ഉണ്ടാകുന്നത് അപ്പോഴാണ്. ആ പരമാത്മാവ് ജ്യോതിസ്, ആ ജ്യോതിസ് ആത്മനി ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്നു. ശുഗനോട് രാജാവായിരിക്കുന്ന ജനകൻ പറയാണ്, അല്ലയോ ബ്രഹ്മർഷേ, അങ്ങയുടെ ഉള്ളിൽ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരമായിരിക്കുന്ന പരമാത്മാവ് 1000 കോടി സൂര്യന്മാരുടെ പ്രഭയോടുകൂടിയിട്ട് നിറഞ്ഞു നിൽക്കുന്നു. ആ പരമാത്മാവിനെ അറിയാൻ വേണ്ടിയിട്ടുള്ള ആ ബ്രഹ്മവിദ്യയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ശുകബ്രഹ്മർഷി ഗുരുനാഥൻ്റെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ആ ബ്രഹ്മവിദ്യ നേടാൻ പൂർണ്ണമായും യോഗ്യനാണ് ശുകൻ എന്നറിഞ്ഞിട്ട് അത് നേരിട്ട് അദ്ദേഹം ഉപദേശിക്കുകയാണ്. ആ ജ്യോതിസ്, ആ പരമാത്മാവ് അങ്ങയുടെ ഉള്ളിൽ തന്നെയാണ്, അല്ലാതെ പുറത്തെങ്ങുമല്ല. നമ്മുടെ എല്ലാം ഉള്ളിലാണ് നാം തന്നെയായിരിക്കുന്ന പരമാത്മാവിരിക്കുന്നത്. അതേപോലെ തന്നെ എല്ലാ ജീവരാശിയിലും അതിൻ്റെ സ്വരൂപമായ ആ ജീവിയുടെ ഉള്ളിൽ ഇതേ പരമാത്മാവ്, ഈ ജ്യോതിസ്, ഈ ഒരേ ജ്യോതിസ് കുടികൊള്ളുന്നു എന്നറിഞ്ഞുകൊള്ളണം. അത് സ്വയം ആർക്കും നേരിട്ട് പ്രത്യക്ഷമായിട്ട് അനുഭവിച്ചറിയാൻ കഴിയും. സ്വയം ച ശക്യതേ ദ്രഷ്ടും. ആ പരമാത്മാവിനെ, താൻ തന്നെയായിരിക്കുന്ന ആ സത്ത് ചിത്ത് ആനന്ദം ആയിരിക്കുന്ന ആ സ്വരൂപത്തെ സ്വയം അനുഭവിച്ചറിയാൻ കഴിയും, സ്വയം കാണാൻ കഴിയും. അതാണ് ജീവിതത്തിൻ്റെ പരമധന്യത. എങ്ങനെ? സുസമാഹിത ചേതസ, എല്ലാ പ്രകാരത്തിലും ഏകാഗ്രമായിരിക്കുന്ന മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ട്
ആ പരമാത്മാവിനെ അറിയാൻ കഴിയും. സാധനകൾ, വിവിധങ്ങളായ സാധനങ്ങളെല്ലാം ചിത്ത ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ട് നൽകപ്പെട്ടിരിക്കുന്നതാണ്, ഉപദേശിക്കപ്പെട്ടിരിക്കുന്നതാണ്. അതിലൂടെ ആർക്കും ആ പരമാത്മാവിനെ അനുഭവിക്കാം. അവിടെ ജാതി വ്യത്യാസമോ സമ്പത്തിൻ്റെ വ്യത്യാസമോ ഉച്ചനീചത്വങ്ങളോ ഒന്നും തന്നെയില്ല. എല്ലാവരുടെ ഉള്ളിലും ഈ ഒരേ പരമാത്മാവ് പ്രകാശിക്കുന്നു. എല്ലാവരുടെ പുറമേയും അതേ പരമാത്മാവ് നിറഞ്ഞു നിൽക്കുന്നു. പുരുഷോത്തമനായിട്ട് ആർക്കും സാധനാനുഷ്ഠാനങ്ങളിലൂടെ ഉള്ളിലുള്ളതായ രജസ്സിനെയും തമസ്സിനെയും ദൂരീകരിച്ചിട്ട് ആ പരമാത്മാവിനെ അനുഭവിച്ചറിയാൻ കഴിയും. ആ അവസ്ഥയിൽ പരമാത്മാവിനെ അറിഞ്ഞ ആളിൻ്റെ ആ അവസ്ഥയിൽ ആ ആൾ ഏത് പ്രകാരത്തിലുള്ളയാളായിരിക്കും എന്നും ഇവിടെ ബ്രഹ്മജ്ഞനായിരിക്കുന്ന ജനക മഹാരാജാവ് കേൾപ്പിക്കുന്നു. ന ബിഭേദി പരോ യസ്മാത് ന ബിഭേദി പരാച്ചയ. ഈ ബ്രഹ്മജ്ഞനായിരിക്കുന്ന ആളിനെ കണ്ടിട്ട് ഈ ലോകത്ത് ആരും ഭയക്കില്ല, ആർക്കും ഭയമുണ്ടാവില്ല, ഒരു കാരണത്താലും ഭയമുണ്ടാവില്ല. മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ ഒന്നിനും ഒരു ഭയവും ഉണ്ടാവില്ല. നമ്മുടെ പുരാണങ്ങളിൽ അനേകം ഋഷിമാരുടെ ആശ്രമങ്ങളെക്കുറിച്ചുള്ള വർണ്ണനകൾ നമുക്ക് കാണാം. ആ ഋഷിമാരുടെ ആശ്രമങ്ങളിൽ വിവിധ പ്രകാരത്തിലുള്ളതായ ജീവജന്തുക്കൾ ധൈര്യത്തോടു കൂടിയിട്ട് പരസ്പര വിരോധം മറന്ന് പരസ്പരം സ്നേഹത്തോടു കൂടിയിട്ട് ഒരുമിച്ച് വസിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ ജീവിതം നേരിട്ട് കണ്ടിട്ടുള്ള ആളുകളെ നമ്മിലധികം പേരും കണ്ടിട്ടുണ്ട്. ചട്ടമ്പിസ്വാമികൾ ഇരിക്കുന്നിടത്ത് എല്ലാ പ്രകാരത്തിലുള്ള ജീവരാശിയും വന്നു ചേരും, പരസ്പര വിദ്വേഷമില്ലാതെ. പാമ്പും തവളയുമെല്ലാം അദ്ദേഹം ഇരിക്കുന്ന കട്ടിലിൻ്റെ അടിയിൽ അദ്ദേഹത്തിൻ്റെ പാദത്തിനടുത്ത് വന്നിരിക്കും. ആരെയും ശല്യപ്പെടുത്തില്ല, ആരെയും ഉപദ്രവിക്കില്ല. ഇത് അത്ഭുതമല്ല. ആത്മസാക്ഷാത്കാരം നേടിയ ആളിൻ്റെ സമീപത്ത് ഏതൊരു ജന്തുവും ഏതൊരു വ്യക്തിയും അവരുടെ സ്വാഭാവികമായിരിക്കുന്ന വൈരാഗ്യങ്ങളെ, വിരോധങ്ങളെ, ഭയം തുടങ്ങിയതായ വികാരങ്ങളെ ഒക്കെ പൂർണ്ണമായും വെടിയുന്നു. ഒരവസരത്തിൽ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ കോടനാട് താമസിക്കുന്ന അവസരത്തിൽ അന്ന് അവിടെ ആ പ്രദേശം മുഴുവൻ വലിയ കാടാണ്. അവിടെയുള്ള ഒരു ഭക്തൻ്റെ വീട്ടിൽ അദ്ദേഹം എത്തിച്ചേർന്നു. അവിടെ 2-3 ദിവസം അദ്ദേഹം താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഒരു ദിവസം പുലരിയിൽ ദൂരെ നിന്ന് ഏതാനും ഭക്തന്മാർ വന്നു. ഇപ്പോൾ സ്വാമികൾ നടക്കാൻ പോയിരിക്കുന്നു എന്നറിഞ്ഞു. അദ്ദേഹം പോയ ദിശ ഏതെന്ന് മനസ്സിലാക്കി അവർ സ്വാമിയെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നടന്നു. കുറേ ദൂരം ചെന്നപ്പോഴേക്കും സ്വാമിയെ കണ്ടു. ദൂരെ സ്വാമി നിൽക്കുന്നു. പക്ഷെ അവർക്ക് അങ്ങോട്ട് ചെല്ലാൻ ഭയമായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാമിയുടെ മുന്നിൽ ഒരു കടുവ നിൽക്കുന്നു. ആ കടുവ ഒരു പശുവിനെ പിടിക്കാമെന്നതായിരുന്നു. ആ പശുവും അടുത്തുണ്ട്, അതിനെ പിടിക്കാമെന്നതായിരുന്നു. സ്വാമി അത് കണ്ടു. സ്വാമി അങ്ങോട്ട് ചെന്നു. അപ്പോൾ കടുവയുടെ മുന്നിൽ നിൽക്കുകയാണ് സ്വാമി. പശുവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെന്നതാണ് സ്വാമി. ആ കടുവയും സ്വാമിയും തമ്മിൽ എന്തോ സംസാരിക്കുന്ന പോലെ തോന്നി. ആ ഭക്തന്മാർ ഭയന്ന് മാറി ദൂരെ നിന്നു. അല്പം കഴിഞ്ഞപ്പോഴേക്കും ആ കടുവ ശാന്തനായിട്ട് കാട്ടിനുള്ളിലേക്ക് നടന്നുപോയി. സ്വാമി മെല്ലെ തിരിച്ചിങ്ങോട്ടും നടന്നു വന്നു. അതാണ് ആ കടുവ. നമുക്കറിയാം ഹിംസ്ര ജന്തുവാണ്. അത് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള വിരോധത്തെ ആ അവസരത്തിൽ മറന്നുപോയി. അതാണ് ഒരു ജീവിയും ഇങ്ങനെയുള്ള ബ്രഹ്മജ്ഞാനിയെ കണ്ടിട്ട് ഭയക്കില്ല എന്ന് മാത്രമല്ല, ആരെ കണ്ടാലും, മനുഷ്യരെയായാലും മൃഗങ്ങളെയായാലും പക്ഷികളെയായാലും ബ്രഹ്മജ്ഞാനി ആരെയും ഭയക്കുകയുമില്ല. എന്തുകൊണ്ടെന്നാൽ ഈ കാണായതെല്ലാം ഞാൻ തന്നെയാകുന്ന സച്ചിദാനന്ദമാണ് എന്ന അനുഭവത്തിൽ നിലനിൽക്കുന്നയാളാണ് ബ്രഹ്മജ്ഞൻ. എന്ന് മാത്രമല്ല, യശ്ച നേച്ഛതിന്ന ദ്വേഷ്ടി, ആരാണോ ഈ ലോകത്തിലുള്ള ഒരു വസ്തുവിനെയും ആഗ്രഹിക്കാത്തത്, പണം നേടണമെന്നോ പ്രതാപം നേടണമെന്നോ അങ്ങനെയൊന്നും ആരാണോ ആഗ്രഹിക്കാത്തത്, അതേപോലെ ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നിനെയും ആരാണോ വിരോധിക്കാത്തത്, ആ അവസ്ഥയിൽ എത്തി നിൽക്കുന്നയാളിനെ കാണുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം,
ആ ആള് ബ്രഹ്മജ്ഞാനിയാണ് എന്ന്. ബ്രഹ്മ സമ്പദ്യതേ തഥാ. അപ്പോൾ ഈ അവസ്ഥയിൽ ഒരാൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ആ ആള് ബ്രഹ്മജ്ഞാനി ആയി കഴിഞ്ഞിരിക്കുന്നു, ആ ആളിന് ബ്രഹ്മജ്ഞാനം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം.